Hello, my dear students. അപ്പോൾ ഇന്ന് നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2ന്റെ മൊഡ്യൂൾ 1ലുള്ള പാർട്ട് 3 ആണ് നോക്കുന്നത്, ഫൗണ്ടേഷൻ. അതിന്റെ ജനറൽ കൺസിഡറേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ് ഷാലോ ഫൗണ്ടേഷൻ ആണുള്ളത്. ഇതിൽ നിന്ന് മിക്കവാറും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. പക്ഷെ നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. എഴുതാനൊക്കെ നല്ല എളുപ്പമാണ്. നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ഫൗണ്ടേഷൻ ആൻഡ് ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്, ഫൗണ്ടേഷൻ. അപ്പൊ ഈ ഫൗണ്ടേഷന്റെ ഡിസൈനും കൺസ്ട്രക്ഷൻ പ്രോസസ്സും അനാലിസിസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇത് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്, ഒരു ഫീൽഡാണ്. ഓക്കെ, നമുക്കറിയാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഗ്രൗണ്ട് ലെവലിന്റെ താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഒരു ബിൽഡിങ്ങിന് രണ്ട് സ്ട്രക്ചറാണ് ഉണ്ടാവുക, ഒന്ന് സബ് സ്ട്രക്ചറും ഒന്ന് സൂപ്പർ സ്ട്രക്ചറും. സബ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്രൗണ്ട് ലെവലിന്റെ താഴെ, അതായത് ഭൂമിയുടെ അടിയിൽ എന്തൊക്കെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അതിനെയൊക്കെ നമ്മൾ സബ് സ്ട്രക്ചർ എന്നാണ് പറയാം. ഓക്കെ, അതിൽ ഒന്ന് എന്താണ്, ഫൗണ്ടേഷൻ ആണ്. ഇപ്പൊ ഹൈ റൈസ് ബിൽഡിങ്ങിനൊക്കെ ബേസ്മെന്റ് ഒക്കെ താഴേക്ക് ചെയ്യാറില്ലേ, അപ്പം അതും എന്താണ്, സബ് സ്ട്രക്ചറിലാണ് പെടുക. പിന്നെ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിൽ ഏതൊക്കെ സ്ട്രക്ചർ ആണോ പണിയുന്നത് അതിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുക. ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ സ്ട്രക്ചറിന്റെ, അതായത് ആ ബിൽഡിങ്ങിന്റെ സോയിലായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സൂപ്പർ സ്ട്രക്ചറിൽ ഏതൊക്കെ ലോഡുകളാണോ വരുന്നത് ആ ലോഡുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആണ്. അതാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷന്റെ. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. അത് ഫോക്കസ് ചെയ്യുന്നത് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ടിങ് പേർപ്പസസ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, പിന്നെ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെ ചെയ്യുക, അത് ഇറ്റ് ഇവൻസ് അൺഈവൻ സെറ്റിലിംഗ്, പിന്നെ എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് വിൻഡ്, എർത്ത് ക്വേക്ക്, പിന്നെ പ്രൊട്ടക്ട് ഫ്രം മോയ്സ്ചർ ഡാമേജ് എക്സെട്ര. ഇതെന്ന് പറയുന്നത് എന്താണ്, ടു മേക്ക് എ ബിൽഡിംഗ് സേഫ് ആൻഡ് ഡ്യൂറബിൾ ആണ്. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഫൗണ്ടേഷൻ ഉണ്ട്, ഡീപ്പ് ആൻഡ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ആ സ്ഥലത്തുള്ള സോയിൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ GT1 പഠിച്ചിട്ടുണ്ടാവില്ലേ, എന്ത്, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അതൊരു മെയിൻ ഫാക്ടറാണ്. ഈ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ പിന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഇതിലൊരു 4-5 ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു 3 പോയിന്റ് എഴുതുക, എന്നിട്ട് ഒരു സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോ സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ ഓർമ്മയില്ലെങ്കിൽ ഈ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാലും മതി. ആദ്യത്തെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞത്. ഫൗണ്ടേഷൻസ് ഡിസ്ട്രിബ്യൂട്ട് ദി വെയിറ്റ് ഓഫ് ദി ബിൽഡിംഗ്. വെയിറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്തൊക്കെ ഉണ്ടാവും, ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ സ്ട്രക്ചർ ആണോ വരുന്നത് അതിൻ്റെയൊക്കെ പിന്നെ ലോഡാണ് വരിക. ഫോർ എക്സാമ്പിൾ വാൾസ്, ഫ്ലോർ, റൂഫ് ആൻഡ് ഓക്യുപ്പൻസ് ഓവർ എ ലാർജ് ഏരിയ ഓഫ് സോയിൽ. This prevents excessive pressure on any single point, minimizing the risk of the building sinking or tilting. അതായത് നമ്മൾ എത്ര ലോഡ് വന്നു കഴിഞ്ഞാലും അത് സോയിലിലേക്ക് താഴ്ന്നു പോവാതിരിക്കാനും ടിൽറ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നത് എന്താണ്, ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടും അത്രയും കെയർഫുൾ ആയിട്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും. ഓക്കെ, അടുത്തത് സ്റ്റെബിലിറ്റി. Foundations provide stability by resisting lateral forces like wind and earthquakes, preventing the structure from sliding or overturning. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വിൻഡ് ഫോഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് എന്ത് ചെയ്യും, ടിൽറ്റ് ചെയ്യാനുള്ള, അതായത് ഇളകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആകും, തകർന്നു വീഴും. പിന്നെ ആണെങ്കിൽ സ്ലൈഡിങ്, ഓവർ ടേണിങ്. സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ അതൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നത് നല്ലതാണ്. ഇനി പ്രിവെന്റിങ് അൺഈവൻ സെറ്റിൽമെന്റ്. അൺഈവൻ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഈ നമുക്കറിയില്ല, ഭൂമിക്ക് അടിയിലുള്ള സോയില്, അതായത് അൺഈവൻ സെറ്റിൽമെന്റ്, അതായത് ഓരോ സോയിലും ഇപ്പൊ വലിയ ഏരിയയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ സോയിലിന്റെ ഇതില് കപ്പാസിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ.
അപ്പം അങ്ങനെ ആ സോയിൽ താഴുന്നതിനനുസരിച്ച് ബിൽഡിംഗ് താഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെയാണ് നമ്മൾ അൺഈവൻ സെറ്റിൽമെന്റ് എന്ന് പറയാം. ഓക്കെ, എന്താ പറയാ ഓരോ സ്ഥലത്ത് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഈവൻ സെറ്റിൽമെന്റ് എന്ന് പറയാ. അതായത് ഈവൻ അല്ലാതെ യൂണിഫോം അല്ലാതെ നോൺ യൂണിഫോം ആയിട്ട് കിടക്കുന്ന ഭൂമിയിൽ. ഓക്കെ, അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ കൊണ്ട് ചെയ്യും. A well-designed foundation minimizes the potential for uneven settlement, which can lead to cracks and other structural problems. Okay. അടുത്തത് moisture resistance. Moisture resistance എന്ന് പറഞ്ഞാൽ foundations can help prevent moisture from seeping into the building, protecting it from water damage, especially in areas with high groundwater levels. നമ്മൾ groundwater levels അതായത് വാട്ടർ ലോഗിങ് ഏരിയാസിലൊക്കെ മോയ്സ്ചർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. ഓക്കെ, ഇനി പ്രൊട്ടക്ഷൻ ഫ്രം നാച്ചുറൽ സോഴ്സസ്. നാച്ചുറൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൗണ്ടേഷൻസ് ക്യാൻ പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഡാമേജ് ഫ്രം സോയിൽ മൂവ്മെന്റ്സ്, undermining, soaring by animals for flood water and other natural forces. Okay, അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണ്. ഈ 5 പോയിന്റ്സ് വൃത്തിയായിട്ട് പഠിക്കുക, എന്നിട്ട് സിംഗിൾ ലൈൻ ഒരു എക്സ്പ്ലനേഷനും കൊടുക്കുക. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അതിൽ ഡീപ്പ് ഫൗണ്ടേഷനും 2 ടൈപ്പ് ഫൗണ്ടേഷൻ ആണത്, ഡീപ്പ് ആൻഡ് ഷാലോ ഫൗണ്ടേഷൻ. അപ്പൊ ഞാനത് പിന്നെ ഒരു ഫ്ലോ ചാർട്ട് മാതിരി കൊടുത്തിട്ടുണ്ട്. ഫ്ലോ ചാർട്ട് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫൂട്ടിങ്, റാഫ്റ്റ്. അതായത് 2 ടൈപ്പാണ്, ഫൂട്ടിങ്ങും റാഫ്റ്റും ഉണ്ട്. ഈ ഫൂട്ടിങ്ങിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ സ്പ്രെഡ് ഫൂട്ടിങ്, സ്ട്രാപ്പ് ഫൂട്ടിങ്, കമ്പൈൻ ഫൂട്ടിങ്, ഇതിനെയൊക്കെ പറ്റി നമ്മൾ പഠിക്കും കേട്ടോ. പിന്നെയുള്ളത് റാഫ്റ്റില് കൺവെൻഷണൽ ആൻഡ് ബൊയാൻസി. പിന്നെ സ്പ്രെഡ് ഫൂട്ടിങ് തന്നെ ഐസൊലേറ്റഡ് ഫൂട്ടിങ് ഉണ്ട്, സ്ട്രിക്റ്റ് ഫൂട്ടിങ് ഉണ്ട്. കമ്പൈൻ ഫൂട്ടിങ്ങിൽ തന്നെ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങും ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങും ആണ് ഉള്ളത്. ഈ ഷാലോ ഫൗണ്ടേഷന്റെ ഇതാണ് നിങ്ങളുടെ സിലബസിലുള്ളത് കേട്ടോ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈൽ ഫൗണ്ടേഷൻ, പയർ ഫൗണ്ടേഷൻ, കെയ്സോൺ സോൺ, വെൽ ഫൗണ്ടേഷൻ. അത് വലിയ വലിയ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഷാലോ ഫൗണ്ടേഷൻ എന്താണ്, ഡീപ്പ് ഫൗണ്ടേഷൻ എന്താണെന്ന്. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡെപ്ത് കുറവായിരിക്കും വിഡ്ത്തിനെക്കാട്ടിലും. അതായത് നമ്മളൊരു കുഴി എടുക്കുകയാണെങ്കിൽ അതിന്റെ വിഡ്ത്തിനെക്കാട്ടിലും എന്തായിരിക്കും, ഡെപ്ത് കുറവായിരിക്കും എന്ത്, ഷാലോ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? ദേ പ്രൈമർലി ട്രാൻസ്ഫർ ലോഡ്സ് ത്രൂ ബിയറിംഗ് പ്രഷർ primarily transfer loads through bearing pressure on the soil directly beneath on the foundation. Okay, പിന്നെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? അതിന്റെ സ്പ്രെഡ് ഫൂട്ടിംഗ്, കമ്പൈൻ ഫൂട്ടിംഗ്, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ, ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ഇനി ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഡെപ്ത് വരുന്ന സ്ഥലത്ത്, അതായത് നമ്മൾ ഡീപ്പ് എക്സ്കവേഷൻ ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറിനാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് കൊടുക്കുന്നത്. അതായത് ലോഡ് to deeper more stable soil or rock layers. അതായത് നമുക്ക് താഴെ ഒരു ഹാർഡ് സ്ട്രാറ്റം കിട്ടണം, അല്ലെങ്കിൽ റോക്ക് ലെയേഴ്സ് കിട്ടണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഡീപ്പായിട്ട് എക്സ്കവേറ്റ് ചെയ്യും. ആ റോക്ക് സ്ട്രാറ്റത്തിലോ അല്ലെങ്കിൽ ഹാർഡ് സ്ട്രാറ്റത്തിലോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലോഡ് ഡയറക്റ്റ് ആയിട്ട് അതിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഇനി ലോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ they utilize a combination of end bearing where the foundation rests on a hard layer. Okay, skin friction between the foundation and the surrounding of soil to transfer loads. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാർഡ് സ്ട്രാറ്റം അല്ലെങ്കിൽ ഒരു റോക്ക് ലെയർ കിട്ടുന്നവരെ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യും. അപ്പം അതായിരിക്കും അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പൈൽ ഫൗണ്ടേഷൻ, ഡ്രിൽഡ് ഷാഫ്റ്റ് ആൻഡ് കെയ്സോൺസ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കാണാം, ഫോട്ടോസ് ഒക്കെ കാണാം കേട്ടോ. ഇനി ഷാലോ വേഴ്സസ് ഡീപ്പ് ഫൗണ്ടേഷന്റെ ഒരു ഫിഗർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, വിഡ്ത്ത് ആണ് കൂടുതൽ ഉണ്ടാവുക അല്ലെ, വിഡ്ത്ത് കൂടുതൽ ഉണ്ടാകും, നമ്മുടെ ഡെപ്ത് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ ഡീപ്പ് ഫൗണ്ടേഷനിലോ ഡീപ്പ് എക്സ്കവേഷൻ ആയിരിക്കും. കണ്ടില്ലേ, ഡീപ്പ് എക്സ്കവേഷൻ ആയിരിക്കും. അപ്പം എന്താണ്, ഡീപ്പ് ലെയേഴ്സ് ഓഫ് സോയിൽ ആൻഡ് ബെഡ് റോക്ക് ടു എൻഷുർ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി. അപ്പൊ നമുക്ക് റോക്ക് സ്ട്രാറ്റം അല്ലെങ്കിൽ റോക്ക് ലെയർ കിട്ടണം. അന്ന് ആ സമയത്ത് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ അത്രയും ഹൈ റൈസ് ബിൽഡിങ്ങോ വലിയ വലിയ കൺസ്ട്രക്ഷനോ ഒക്കെ ഡീപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുള്ളൂ.
അടുത്തത് നിങ്ങൾക്ക് ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. അപ്പൊ ഷാലോ ഫൗണ്ടേഷനും ഡീപ്പ് ഫൗണ്ടേഷനും അതൊരു 7 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ബോക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ടേബിൾ രൂപത്തിൽ എഴുതിയാൽ നല്ലതാണ്. അപ്പൊ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും മാർക്ക് ഇടാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, എന്താ പറയാ, ഡെപ്ത് ഈസ് ലെസ് ദാൻ വിഡ്ത്ത്. വിഡ്ത്ത് ആയിരിക്കും കൂടുതൽ, ഡെപ്ത് കുറവായിരിക്കും. അതേപോലെ തന്നെ ഡെപ്ത് ഗ്രേറ്റർ ആയിരിക്കും. നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡീപ്പ് സ്ട്രാറ്റത്തിലേക്കായിരിക്കും. ഓക്കെ, ഡെപ്ത് എന്ന് പറയുന്നത് അബൌട്ട് 3 മീറ്റർ ഓർ ലെസ് ആയിരിക്കും. ഇത് എന്താണ്, ഡീപ്പ് ഫൗണ്ടേഷൻ എന്താണ്, 3 മീറ്ററിലേക്കാളും കൂടുതലായിരിക്കും. കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്കറിയാം, ലെസ് എക്സ്പെൻസീവ് ഡ്യൂ ടു സിംപ്ലർ കൺസ്ട്രക്ഷൻ ആൻഡ് ലേബർ. ലേബറിന്റെ കേസിലാണെങ്കിലും കൺസ്ട്രക്ഷന്റെ കേസിലാണെങ്കിലും ഷാലോ ഫൗണ്ടേഷനിൽ കോസ്റ്റ് കുറവായിരിക്കും. മറ്റൊന്ന് എന്തായിരിക്കും, മോർ കോംപ്ലക്സ് കൺസ്ട്രക്ഷൻ ആണ്. പിന്നെയാണെങ്കിൽ എക്സ്പെൻസീവ് കൂടുതലാണ്. പിന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ലേബേഴ്സ് ആവശ്യമാണ്. എക്സ്പേർട്ട് മീൻസ് സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ്. ഓക്കെ, സ്കിൽഡ് ലേബേഴ്സ്. അടുത്തത് കൺസ്ട്രക്ഷൻ പ്രോസസ്സ്. കൺസ്ട്രക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവിംഗ് ഡിഗിങ് സ്മോൾ ട്രെഞ്ചസ് ആൻഡ് ലേയിങ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫൂട്ടിംഗ് ഓർ അൺഡിസ്റ്റർബ്ഡ് സോയിൽ. ഇതെന്താണ്, ഇൻവോൾവ് കോംപ്ലക്സ് പ്രോസസ് ലൈക്ക് ഡ്രില്ലിംഗ് പൈൽസ് റിക്വയറിംഗ് ലാർജ് മെഷീനറി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഷാലോ ഫൗണ്ടേഷനിൽ നമുക്ക് എന്താണ്, ഡെപ്ത് കുറവാണല്ലോ. അപ്പൊ നമുക്ക് ഈ സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു കോൺക്രീറ്റ്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് എന്താണ്, നമ്മൾ ഡീപ്പ് എക്സ്കവേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഡ്രില്ലിങ് വേണ്ടി വരും, പിന്നെ വലിയ വലിയ മെഷീനറീസ് ഒക്കെ വേണ്ടി വരും. അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലേബേഴ്സ് വേണം, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വേണം. അപ്പം അതെന്താണ്, അതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ് ദാൻ ഷാലോ ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി ലോഡ് ട്രാൻസ്ഫർ. ലോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ പ്രൈമർലി ത്രൂ എൻഡ് ബിയറിംഗ്. മറ്റേത് എന്താണ്, എൻഡ് ബിയറിംഗ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാവും. സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോയിൽ മാത്രമല്ല അവിടെ ഉണ്ടാവുക, ഒരു ഹാർഡ് സ്ട്രാറ്റ ഉണ്ടാകും. അപ്പൊ എന്തായിരിക്കും, സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാവും. അടുത്തത് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് ഷാലോ ഫൗണ്ടേഷൻ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, കുറച്ച് ലേബേഴ്സ് മതി, സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. മറ്റേത് എന്താണ്, ഹെവി ലോഡ്സ് വേണം. ഹെവി ലോഡ്സ് വേണം, ലാറ്ററൽ സപ്പോർട്ട് വേണം, അപ്ലിഫ്റ്റ് റെസിസ്റ്റ് ചെയ്യണം, പിന്നെ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ, ഷാലോ ഫൗണ്ടേഷന്റെ ഡിസഡ്വാൻറ്റേജസ്: the possible settlement limited to lightweight structures, weak against lateral loads. അതായത് നമുക്ക് ലൈറ്റ് വെയിറ്റ് സ്ട്രക്ചർ ആണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക, പിന്നെ ലാറ്ററൽ ലോഡ്സിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ നമുക്ക് ഡീപ്പ് ഫൗണ്ടേഷൻ ആണെങ്കിൽ എക്സ്പെൻസ് ആണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടണം. പിന്നെ കൺസ്ട്രക്ഷൻ കോംപ്ലക്സിറ്റി, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് എടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഈ എന്താ പറയാ കരാറുകാരൊക്കെ, അപ്പൊ അവരൊക്കെ നല്ലോണം ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ടേബിൾ രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥ എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓരോ പോയിന്റ്സ് ആയിട്ട് പഠിക്കാനും പറ്റും, ഓർത്ത് വെക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഡെഫിനേഷൻ പഠിക്കുക, പിന്നെ അതിന്റെ ഡെപ്ത്, കോസ്റ്റ്, കൺസ്ട്രക്ഷൻ പ്രോസസ്സ്, ലോഡ് ട്രാൻസ്ഫർ, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, അടുത്തത് നമ്മൾ സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ. നമ്മൾ എങ്ങനെയാണ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിലൊന്ന് ലോഡ്സ് ഓഫ് സ്ട്രക്ചർ ആണ്, രണ്ടാമത്തത് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, പിന്നെ സോയിൽ ടൈപ്പ്, ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ, water table level, adjoining structures or water bodies or slopes, natural disaster and extreme weather, economic design. Okay, പിന്നെ ലോഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്, ലോഡിംഗ് കണ്ടീഷൻസ് കമ്മിങ് ഫ്രം ദി സ്ട്രക്ചർ ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഗവേൺ ഫൗണ്ടേഷൻ സെലക്ഷൻ. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, എർത്ത് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഈ ലോഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രക്ചറിൽ, ബിൽഡിങ്ങിൽ ഏതൊക്കെ ടൈപ്പ് ലോഡാണോ വരുന്നത്, അപ്പം ഈ കുറച്ച് ആ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ചെയ്യുക എന്നുള്ളത്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽ ആണ്.
ഏത് ടൈപ്പ് മെറ്റീരിയൽ, ബ്രിക്സ്, സ്റ്റോൺ, സ്റ്റീൽ, കോൺക്രീറ്റ് ഫോർ കൺസ്ട്രക്ഷൻ, അഫക്റ്റ് ദി സെലക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ. ഈ ലോഡ് എന്ന് പറയുന്നത് നമ്മളെ ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന, കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ലോഡ് വരും, അക്യുപ്പൻസിന്റെ ലോഡ് വരും, പിന്നെ എന്തൊക്കെയാണോ അതിലുള്ളത് അതിന്റെയൊക്കെ ലോഡ്സ് വരുമല്ലോ. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്യണം നമ്മൾ ഈ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത്. അടുത്തത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ആണ്. അതായത് സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദി ലോഡ് ആണ്, അല്ലേ? അപ്പം നമുക്ക് ഒരു നമ്മൾ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സ്ട്രക്ചറൽ കാൽക്കുലേഷനും അനാലിസിസും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു എത്രത്തോളം ലോഡാണ് ഈ സോയില് താങ്ങേണ്ടി വരിക എന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ ആ സോയിലിന്റെ ലാബിൽ കൊണ്ടുപോയിട്ട് ബിയറിംഗ് കപ്പാസിറ്റി സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഷാലോ ഫൗണ്ടേഷൻ പറ്റില്ല, ഡീപ്പ് തന്നെയാ വേണ്ടി വരും എന്നൊക്കെ. അപ്പൊ അലൗവബിൾ ബിയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 100 kN/m² ആണ്. ഓർ ഹയർ ഈസ് ഇഫക്റ്റീവ് ഫോർ ഷാലോ ഫൗണ്ടേഷൻ അപ് ടു 4 stories. അപ്പൊ 100 km/m² ഉള്ളതിൽ എന്താണ് ഷാലോ ഫൗണ്ടേഷൻ 4 നില ബിൽഡിങ്ങിൽ മാത്രമേ അവിടെ അലൗവബിൾ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സോയിൽ ടൈപ്പ്. നമുക്കറിയാം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽസ് പഠിച്ചതാണ്. എവിടെ പഠിച്ചു? GT1 പഠിച്ചു അല്ലെ? അപ്പൊ അതിൽ എന്തൊക്കെ പഠിച്ചു? സാൻഡി സോയില്, ലൂസ് സോയില്, ക്ലേ സോയില്, പിന്നെ എക്സ്പാൻസീവ് സോയില്. അപ്പൊ ഇതിന്റെയൊക്കെ ബിയറിംഗ് കപ്പാസിറ്റി എന്താകും? ഇതിന്റെയൊക്കെ ബിയറിംഗ് കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ്. ഇസ് ദി എബിലിറ്റി ഓഫ് സോയിൽ to safely support structural loads without suffering shear failure and intolerable settlement. shear failure intolerable settlement ഉണ്ടാവരുത് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ ഈസ് ദി ബെസ്റ്റ് ഫൗണ്ടേഷൻ ടൈപ്പ് to the built on clay soil. clay soil ഏതാ പറ്റുക? റാഫ്റ്റോ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷനോ ആണ് പറ്റുക. ആൻഡ് റിബ്സ് ആൻഡ് ബീംസ് can be incorporated into increase its stiffness. sheet piling is used to retain the ground in sand. a shallow reinforced wide strip foundation may be suitable for compacted gravel. okay, അപ്പൊ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഈ ക്ലേ മാതിരിയുള്ള സോയിലൊക്കെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കുക. നിങ്ങൾ ഈ ഇതിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കണ്ടിട്ടില്ലേ? വാട്ടർ ബോഡീസിലുള്ള, അതായത് നമ്മൾ ബ്രിഡ്ജ്, പുഴയുടെ നടുവ് കൂടെയൊക്കെ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ അതെന്തായിരിക്കും? അതായത് വാട്ടർ കൂടുതലായിരിക്കും, മോയ്സ്ചർ കണ്ടന്റ് വാട്ടർ ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ. ദ ചോയ്സ് ഓഫ് ഫൗണ്ടേഷൻ ഷുഡ് ബി മെയ്ഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ഈസ് വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓർ കൺസ്ട്രക്ഷൻ അറ്റ് ദി സൈറ്റ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ റിക്വയർസ് ലേബർ ഓഫ് ഡിഫറെന്റ് സ്കിൽ സെറ്റ് ആൻഡ് ഡിഫറെന്റ് ലെവൽ ഓഫ് സ്കിൽസ്. ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ഈസി ആവണം, സ്മൂത്ത് ആവണം. അതിന് എന്ത് വേണം? അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് വേണം, മെഷീനറീസ് വേണം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം. ഇതൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടേ നമുക്ക് സ്മൂത്ത് ആയിട്ടും ഈസി ആയിട്ടും കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടുത്തത് വാട്ടർ ടേബിൾ ലെവല്. പിന്നെ ഈ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഷാലോ ഫൂട്ടിംഗ് ലൈക്ക് ഐസൊലേറ്റഡ് കമ്പൈൻഡ് ഫൂട്ടിംഗ് ഷുഡ് ബി ചൂസൺ. എന്തില്? ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ലൊക്കേറ്റഡ് ബിലോ ദി ഫോർമേഷൻ ലെവൽ ഓഫ് ദി ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐസൊലേറ്റഡോ കമ്പൈൻഡ് ഫൂട്ടിങ്ങോ യൂസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ എന്താണ്? സ്ട്രോങ് ആണ് ഷാലോ ഫൗണ്ടേഷനിൽ. ഫോർ ഹയർ വാട്ടർ ടേബിൾ ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് ഉപയോഗിക്കുക. അതാണ് റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ്. അഡ്ജോയിനിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്തുള്ള സ്ട്രക്ചേഴ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റിന്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ്. അത് ചിലപ്പോൾ എന്താകാം? പിന്നെ എന്താണ്? വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ ലേക്ക്, നാച്ചുറൽ ഡ്രെയിന്, സ്ലോപ്ഡ് ആയിട്ടുള്ള സർഫസ്, ഹിൽ ഏരിയാസ്, അങ്ങനെ പലതും ആകാം. ഓക്കെ, ഇനി ഐസൊലേറ്റഡ് RCC പാഡ് ഫൗണ്ടേഷൻസ് അണ്ടർ
stills are usually preferred for buildings on sloping ground. സ്ലോപ്പ് ആയിട്ടുള്ള ഗ്രൗണ്ട്, അതായത് തട്ടായിട്ടുള്ള ഭൂമിയൊക്കെ ആണെങ്കിൽ അതിൽ ഐസൊലേറ്റഡ് RCC പാഡ് ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റിന്റെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ്, വാട്ടർ ബോഡീസ്, സ്ലോപ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. അടുത്തത് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് എക്സ്ട്രീം വെതർ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് നമുക്കറിയാം എന്ത്? വെള്ളപ്പൊക്കം ഉണ്ടാകാം, അല്ലെങ്കിൽ കാറ്റുണ്ടാകാം, എക്സ്ട്രീം ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ്, അതായത് മഴയാണെങ്കിൽ മഴ തന്നെ, ഭയങ്കരമായിട്ടുള്ള മഴ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫൗണ്ടേഷൻ സെലക്ഷനെ എഫക്റ്റ് ചെയ്യും. അടുത്തത് ഇക്കണോമിക് ഡിസൈൻ. ഇക്കണോമിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? There are number of feasible foundation choices for the given project site. Economical factor may influence the selection of the foundation. Okay. അതിൽ choosing an economical foundation should not comprise the safety, workmanship, strength and durability of the foundation. അതായത് നമ്മൾ ഏത് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്തും ഇക്കണോമിക് ഡിസൈൻ ആവശ്യമാണ് അല്ലേ? അപ്പം ഇത് ഫൗണ്ടേഷന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇക്കണോമിക് ആയിട്ട് സേഫ് ആയാൽ മാത്രമേ നമുക്ക് നല്ല വർക്ക്മാൻഷിപ്പും സ്ട്രെങ്ത്തും ഫൗണ്ടേഷന്റെ ഡ്യൂറബിലിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് എന്തുള്ളത്? സെലക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ. ഇത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. 10 മാർക്കിന് 7 to 10 മാർക്സ് വരെയാണ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇത്രയും പോയിന്റ്സ് എഴുതുക. എത്ര പോയിന്റ്സ് ആണെന്നുള്ളതെന്ന് വെച്ചാൽ 10 പോയിന്റ്സ് എഴുതുക. 10 പോയിന്റ്സ് നല്ല വൃത്തിക്ക് എഴുതുക. എന്നിട്ട് ഒരു 5-6 പോയിന്റ്സിന് നിങ്ങൾ എന്താക്കുക? എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ. അടുത്തത് നിങ്ങളുടെ സിലബസിലുള്ളത് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷനെ പറ്റി പഠിക്കാനാണ്. ഡീപ്പ് ഫൗണ്ടേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നില്ല. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ എത്ര ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ട്? സ്ട്രിപ്പ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, combined footing, strap or cantilever footing, mat or raft foundation. Okay. അപ്പോൾ ഇതിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡഡ് ലോഡ് ബിയറിംഗ് വാൾ ആണ്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് ബിയറിംഗ് വാൾ, അതായത് സ്ട്രിപ്സ് മാതിരിയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുക. ആ സ്ട്രിപ്പാണ് നമ്മളെ ലോഡ് ബിയറിംഗ് വാൾ മാതിരി ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ഫോർ എ റോ ഓഫ് കോളംസ്, അതായത് ഞാൻ പറഞ്ഞില്ലേ റോ ഓഫ് കോളംസ് which are closely spaced that their spread footings overlap or nearly touch each other. Overlap ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. In such case, it is more economical to provide a strip footing than to provide a number of spread footings in one line. കുറേ spread footings ഒരേ ലൈനിൽ വെക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഇക്കണോമിക്കൽ ആണ് എന്ത്? ഈ സ്ട്രിപ്പ് ഫൂട്ടിങ് ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നതോ അല്ലെങ്കിൽ അടുത്തടുത്ത് പ്ലേസ് ചെയ്യുന്നതോ. ഓക്കെ. എ സ്ട്രിപ്പ് ഫൂട്ടിങ് ഓൾസോ നോൺ ആസ് കണ്ടിന്യൂസ് ഫൂട്ടിങ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫൂട്ടിങ് വെക്കും. അതുകൊണ്ട് നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിനെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയും. അതിന്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്ട്രിപ്പ് ഫൂട്ടിങ്. അതായത് നമ്മളിപ്പോ ഇത് പ്ലാന്, ഇത് എലിവേഷൻ ആണ്. ഈ പ്ലാനിൽ 3 എന്താണ് ഫൂട്ടിംഗ് ഉണ്ട്, സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഉണ്ട്. അത് അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ 3D കോളമാണ്. ഇതാണ് കോളം, ഇതാണ് കോളംസ് ഉള്ളത്. ഇതാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ സാധനം ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഫോർ വാൾ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഫൂട്ടിംഗ് താഴെ കൊടുക്കും, വാള് മുകളിൽ കൊടുക്കും. അതേപോലെ തന്നെ കോളം കണ്ടോ? കോളം നമ്മൾ 1 by 1 ആയിട്ട് വെച്ചിട്ടുണ്ട് സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ. അപ്പോൾ ഒരു വലിയ സ്ട്രിപ്പ് ഫൂട്ടിങ് ഓവർലാപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോളമോ അല്ലെങ്കിൽ വാളോ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് സ്പ്രെഡ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓർ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്. ഇത് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്യുക. അതായത് ഒരു ഫൂട്ടിങ് ചെയ്യും, അതിന്റെ മേലെ ഒരു കോളം അല്ലെങ്കിൽ വാള്, പിന്നെ തൊട്ടടുത്ത് വേറൊരു ഫൂട്ടിങ്. ഇത് 3 ടൈപ്സ് ഉണ്ട്. ഒന്ന് പാഡ് ഫൂട്ടിങ് പറയും, ഒന്ന് സ്റ്റെപ്ഡ് ഫൂട്ടിങ് പറയും, ഒന്ന് സ്ലോപ്ഡ് ഫൂട്ടിങ് പറയും. ഓക്കെ. അപ്പൊ സ്പ്രെഡ് ഫൂട്ടിങ് ഓൾസോ കോൾഡ് ആസ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്, പാഡ് ഫൂട്ടിങ് ആൻഡ് ഇൻഡിവിജ്വൽ ഫൂട്ടിങ്. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു സപ്പോർട്ട് ആൻഡ് ഇൻഡിവിജ്വൽ കോളം. ഓരോരോ കോളത്തിനെയാണ് ഓരോരോ ഫൂട്ടിങ് പിന്നെ എന്ത് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ സ്ട്രിപ്പ് ഫൂട്ടിങ് എന്തായിരുന്നു? സ്ട്രിപ്പ് ഫൂട്ടിങ് ഒരൊറ്റ ഫൂട്ടിങ് തന്നെ നമുക്ക് ഒന്നിലധികം കോളംസ് ചെയ്യാൻ പറ്റും. A spread footing is circular,
circular, square or rectangular slab of uniform thickness. It is stepped or sloped to spread the load over a large area. അപ്പം കൂടുതൽ ലോഡ് വരുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഉള്ള സ്റ്റെപ്പ് ആയിട്ടുള്ള ഫൂട്ടിങ് വരും. കണ്ടോ? സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ള ഫൂട്ടിങ്. അതേപോലെ തന്നെ സ്ലോപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുക? ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് ആണ് താഴെ കൊടുക്കുക, അല്ലേ? അപ്പം ലോഡ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മൾ പാഡ് ആണോ സ്റ്റെപ്ഡ് ആണോ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണോ എന്ന് അറിയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫൂട്ടിംഗ് തന്നെ, അതായത് ഒരു ഫൂട്ടിംഗ് തന്നെ രണ്ട് കോളം കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കും. ഇതെന്തായിരിക്കും? റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗും ഉണ്ട്, ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗും ഉണ്ട്. ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് നമുക്ക് അറിയാൻ പറ്റും. ഒരു സൈഡ് എന്തായിരിക്കും? ഒരു സൈഡ് ബ്രെഡ്ത്ത് കുറവും ഒരു സൈഡ് ബ്രെഡ്ത്ത് കൂടുതലായിരിക്കും. അതാണല്ലോ ട്രപ്പിസോയിഡിന്റെ ഷേപ്പ്. ഓക്കെ. എ കമ്പൈൻഡ് ഫൂട്ടിംഗ് സപ്പോർട്ട്സ് 2 കോളംസ്. അതായത് ഒരു ഫൂട്ടിങ്ങിൽ രണ്ട് കോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദി 2 columns are so close to each other that their individual footings would overlap. Okay. ഇനി a combined footing also provide when the property line is so close to one column that a spread footing would be eccentrically loaded when kept entirely within the property line. By combining it with an interior column, the load is evenly distributed. A combined footing may be rectangular or trapezoidal footing. അതായത് നമുക്ക് അറിയാം എന്താണ്, ഒരു പ്രോപ്പർട്ടി ലൈൻ ഉണ്ടാകും. ആ പ്രോപ്പർട്ടി ലൈന് എസെൻട്രിക്കലി ലോഡഡ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കും? നമ്മൾ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് കൊടുക്കും. അതായത് വേരിയിങ് ലോഡ്, അതായത് ഈ വീതി കുറഞ്ഞ സ്ഥലം ഉണ്ടാകും. ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്ങിന് വീതി കൂടുതലുള്ള ഇതുണ്ടാകും. പക്ഷെ സെയിം കോളം തന്നെ ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും? വീതി കുറഞ്ഞ സ്ഥലത്ത് അത് ഇതുപോലെ ടൈറ്റ് ആയിട്ട് നിൽക്കും. ഉണ്ടാവും. ഇതാണ് പ്രോപ്പർട്ടി ലൈൻ എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻട്രൽ കൂടെ വരയ്ക്കുന്ന ലൈനാണ്. അപ്പൊ എസെൻട്രിസിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കമ്പൈൻഡ് ഫൂട്ടിങ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിങ്. സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫൂട്ടിങ്ങിനെ കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രാപ്പ് അല്ലെങ്കിൽ ഒരു കാന്റിലിവർ വെക്കും. അതെ, അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുക. അതായത് രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കും. ഇതാണ് അതിന്റെ പ്ലാന്, ഇതാണ് എലിവേഷൻ. ഓക്കെ. ഇപ്പൊ സ്ട്രാപ്പ് ഓർ കാന്റിലിവർ ഫൂട്ടിംഗ് കൺസിസ്റ്റ് ഓഫ് 2 isolated footing connected with a structural strap or lever. The strap connect the 2 footings such that they behaves as one unit. ഇപ്പൊ രണ്ട് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു സ്ട്രാപ്പ് വെച്ചിട്ട്. അപ്പൊ അത് എന്താകും? ഒരൊറ്റ യൂണിറ്റ് ഓഫ് ഫൂട്ടിംഗ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. The strap is designed as rigid beam. The individual footings are so designed that their combined line of action passes through the resultant of the total load. Okay. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ്? റിസൾട്ടന്റ് ഓഫ് ദി ടോട്ടൽ ലോഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. A strap footing is more economical than combined footing. Combined footingും സോയിൽ പ്രഷർ, അതായത് allowable സോയിൽ പ്രഷർ ഹൈ ഉള്ള സ്ഥലത്താണ് എന്ത് വരിക? നമ്മൾ ഈ സ്ട്രാപ്പ് ഫൂട്ടിങ്ങും കമ്പൈൻഡ് ഫൂട്ടിങ്ങും ചെയ്യാം. പക്ഷെ കമ്പൈൻഡ് ഫൂട്ടിങ്ങിനെക്കാട്ടിലും മോർ ഇക്കണോമിക്കൽ ആണ് സ്ട്രാപ്പ് ഫൂട്ടിങ്. മനസ്സിലായോ? അതായത് ലോഡ് കൂടുതൽ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അടുത്തത് ഏതാണ്? മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഇതില് നമ്പർ ഓഫ് കോളംസ്, ഒരൊറ്റ ഫൂട്ടിങ്ങിൽ നമ്പർ ഓഫ് കോളംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു മാറ്റ് മാതിരിയാണ് നമ്മൾ ഫൂട്ടിങ് കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ റാഫ്റ്റ് മാതിരി. മാറ്റ് റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് ഉണ്ടാവുമല്ലോ, അതേപോലെ അതിൽ നമുക്ക് നമ്പർ ഓഫ് കോളംസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ഈസ് എ ലാർജ് സ്ലാബ് സപ്പോർട്ടിംഗ് എ നമ്പർ ഓഫ് കോളംസ് ആൻഡ് വാൾസ് under the entire structure or a large part of the structure. Okay. A mat is required when the allowable soil pressure is low, where the columns and walls are so close that individual footings would overlap or nearly touch each other. അതായത് allowable soil pressure കുറവുള്ള സ്ഥലത്ത് ആണ് എന്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക? മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. Mat foundations are useful in reducing the differential settlements on non-homogeneous soil. അതായത് ഇത് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്സിനെ തടയാൻ പറ്റും. നോൺ ഹോമോജീനിയസ് സോയിൽസ് or where the
there is a large variation in the loads on individual columns. ഓരോ കോളത്തിൽ നമുക്ക് ലോഡ്സ് വേരി ചെയ്യുന്ന സമയത്ത് പിന്നെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഉള്ള സ്ഥലത്ത് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ ചെയ്യാം. അപ്പൊ എന്താണ് ഡിഫൈൻ ഷാലോ ഫൗണ്ടേഷൻസ്, എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് ഒരു 10-12 മാർക്കിന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ട് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ മെൻഷൻ ചെയ്യുക, എന്നിട്ട് ഓരോ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എടുക്കുക, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം മസ്റ്റ് ആണ്. ഈ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ മാർക്ക് കിട്ടാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. ഡയഗ്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ GE എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡയഗ്രാം എന്തായാലും വരയ്ക്കുക. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രാംസ് ആണുള്ളത്. ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ്. ഇതെന്താണ്? കോളംസ് ആണ് കേട്ടോ. കോളംസ്. ഓക്കെ, ഇതാണ് ഫൂട്ടിംഗ്. മാറ്റ് ഓർ റാഫ്റ്റ് നിങ്ങൾ എഴുതുന്നത് നല്ലതായിരിക്കും. എക്സാം ഇത് എഴുതി കഴിഞ്ഞാലേ, അതായത് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ പാർട്സ് എന്ന് മെൻഷൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, അടുത്തത് എന്താണ്? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ. ഇനി ഷാലോ ഫൗണ്ടേഷന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, ഡീപ്പ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വേറെ തന്നെ ഒരു സാധനം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജസ് എന്താണ്? ഫൗണ്ടേഷൻസ് വിത്ത് ഷാലോ ഡെപ്ത് ആർ ബെനിഫിഷ്യൽ ഫോർ സം ആസ്പെക്ട്. സം അഡ്വാൻറ്റേജസ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ is listed below. Shallow foundation is convenient for construction. Foundation having depth is equal or less than the foundation width. അതായത് ഈ ചില കാര്യങ്ങളിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ വളരെ യൂസ്ഫുൾ ആണ്. അതായത് ഡെപ്തും വിഡ്ത്തും ഈക്വലോ അല്ലെങ്കിൽ കുറവോ ഉള്ള സ്ഥലത്ത് ഒന്നത്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇഫ് ബിയറിംഗ് കപ്പാസിറ്റി സോയിൽ ഈസ് ഹൈ ദാറ്റ് ഷാലോ ഡെപ്ത്. അടുത്തത് കംപ്രസീവ് സോയിൽ, ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് സെറ്റിൽമെന്റ്. കംപ്രസ് ചെയ്യുന്ന സോയിൽ ആണെങ്കിൽ സെറ്റിൽമെന്റിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോ പൈലിംഗ് ഈസ് റിക്വയർഡ്, സോ ഇറ്റ് റെഡ്യൂസസ് എ ഗ്രേറ്റ് കോസ്റ്റ്. ഇതിന് പൈലിംഗിന്റെ ആവശ്യമില്ല, ഹൈ മെഷീനറീസ് ആവശ്യമില്ല, ഹൈ ഇക്വിപ്മെന്റ്സ് ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യാണ്? നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും. അടുത്തത് ഡിസഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ this foundation cannot be used everywhere. The major disadvantage for shallow foundations gifted below. ആദ്യത്തെ സെന്റൻസ് ഇത് എഴുതുക കേട്ടോ. cannot be used everywhere. നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാ സൈറ്റിലും ഈ ഷാലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. if weight of structure is high and load of the structure is distributed unequally. അതായത് weight of the structure ഹൈയും load of the structure ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നോൺ യൂണിഫോമും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഷാലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തത് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് ടോപ്പ് സോയിൽ ഈസ് ലെസ്. നമുക്ക് അതായത് ഗ്രൗണ്ട് ലെവലുള്ള സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറവാണെങ്കിലും ഷാലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് സബ്സോയിൽ വാട്ടർ ലെവൽ ഈസ് ഹൈ ആൻഡ് ഇറ്റ് ഈസ് അൺഇക്കണോമിക്കൽ ടു പമ്പ് ഔട്ട് ദി വാട്ടർ ഫ്രം ദി ഹോൾ ഓർ കനാൽ. അതായത് സബ്സോയിൽ വാട്ടർ ലെവൽ ഭയങ്കര കൂടുതലും അതായത് ആ വാട്ടർ ലെവൽ, ആ വാട്ടറിനെ നമുക്ക് പമ്പ് ചെയ്തിട്ട് പുറത്തേക്ക് കളയാനുള്ള ഒരു സംവിധാനം ഡിഫിക്കൽട്ടും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഡീപ്പ് ഫൗണ്ടേഷൻ ഷാലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. If there is a chance of scoring as the structure is near sea or river, shallow foundation cannot be used. ഇപ്പൊ നമ്മുടെ സൈറ്റ് എന്ന് പറയുന്നത് സീന്റെ സൈഡിലോ റിവറിന്റെ സൈഡിലോ ആണെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കണ്ടീഷനിലൊക്കെ നമ്മൾ എന്ത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുക? ഡീപ്പ് ഫൗണ്ടേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത് ഫസ്റ്റ് മോഡ്യൂളില്. അപ്പൊ മൊഡ്യൂൾ 1 ഇവിടെ കംപ്ലീറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ല മാർക്ക് കിട്ടാൻ വളരെ സാധ്യത ഉണ്ട്. ജിയിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ഇനി ഏതെങ്കിലും പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്സസ്. ഓക്കെ.